ഹലോ, അമ്മ മനസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യണേ. അപ്പോൾ ചന്ദ്രിക വന്നിട്ട് അവളുടെ കമ്പനിയിലേക്ക് മേഘയെ ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് ക്ഷണിക്കുകയാണ്. പക്ഷേ മേഘയാണെങ്കിൽ ചന്ദ്രികയെ പരിഹസിച്ചുകൊണ്ടാണ് പറഞ്ഞു വിടുന്നത്. അവളുടെ ക്വാളിഫിക്കേഷൻ എന്താണ്, അവളുടെ സ്റ്റാറ്റസ് എന്താണ്, അതിനൊന്നും 7 അയലത്ത് പോലും ചന്ദ്രികയ്ക്ക് വരാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കിക്കൊണ്ടാണ് ചന്ദ്രികയെ വിടുന്നത്. അതുമാത്രമല്ല, മേഘ സ്വന്തമായിട്ടൊരു ഓഫീസ് തുടങ്ങുന്നു, അവിടെ ചന്ദ്രികയെ ജോലിക്കാരിയാക്കി നിയമിക്കുന്നൊക്കെ വെല്ലുവിളിക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം ചന്ദ്രിക ചോദിക്കുന്നുണ്ടായിരുന്നു, പ്രിയമോളെ ഞാൻ സ്കൂളിൽ കൊണ്ടുവിട്ടോട്ടെ, അവൾക്ക് നടക്കാൻ വയ്യ എന്ന്. പക്ഷെ അതും മേഘ സമ്മതിക്കുന്നില്ല. എൻ്റെ മോളല്ലേ, അവൾ എങ്ങനെ പോകണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം, നീ ഇവിടുന്ന് പോകാൻ നോക്ക് എന്ന് പറഞ്ഞിട്ട് ചന്ദ്രികയെ പറഞ്ഞു വിടുകയാണ്. മുത്തശ്ശിക്ക് മനോഹരനാണെങ്കിൽ മേഘയുടെ ഈ ഒരു സമീപനം തീരെ പറ്റുന്നുണ്ടായിരുന്നില്ല. അതുമാത്രമല്ല, ഇങ്ങനെ ബുദ്ധിമുട്ടുന്ന സമയത്ത് ചന്ദ്രിക ഇത്രയും നല്ലൊരു ജോബ് ഓഫർ കൊടുത്തിട്ട് അതുപോലും മേഘ സ്വീകരിച്ചിട്ടില്ല. ആ ഒരു സങ്കടത്തിലാണ് അവർ രണ്ടുപേരുള്ളത്. അകത്തേക്ക് വന്നിട്ട് അവർ പരസ്പരം പറയാണ്, മേഘ എന്താ ഇങ്ങനെ പെരുമാറുന്നത്, എത്ര നല്ലൊരു കാര്യമാണ് ചന്ദ്രിക വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ മേഘ അതൊന്നും മനസ്സിലാവുന്നില്ല. അപ്പോൾ മനോഹരൻ പറയുന്നുണ്ട്, ചേച്ചി എങ്ങനെയെങ്കിലും ചന്ദ്രിക കൊണ്ടുവന്ന ആ ഒരു ജോലിയിലേക്ക് മേഘയെ പറഞ്ഞു വിടാൻ നോക്ക്. അപ്പോൾ അവർ ചോദിക്കുകയാണ്, ഞാൻ പറഞ്ഞാൽ അവൾ കേൾക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? ചേച്ചി, നമ്മളിവിടെ കഷ്ടത്തിലാണെന്നും മേഘ ചന്ദ്രികയുടെ ഓഫീസിൽ പോയി ജോലി ചെയ്ത് കിട്ടുന്ന ശമ്പളം കൊണ്ട് വേണം നമ്മളിവിടെ ജീവിക്കാൻ എന്നും പറഞ്ഞാൽ ഒരിക്കലും മേഘ ജോലിക്ക് പോവില്ല. മറിച്ച് ചന്ദ്രികയുടെ കൂടെ നിന്നിട്ട് ചന്ദ്രികയ്ക്ക് എങ്ങനെ പണി കൊടുക്കാം എന്നുള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ മേഘ ജോലിക്ക് പോയെന്ന് വരാം. അങ്ങനെ ചന്ദ്രികയെ തകർക്കാൻ വേണ്ടിയാണെങ്കിൽ തീർച്ചയായിട്ടും മേഘ അവിടെ ജോലിക്ക് പോകും. ചേച്ചി, തീർച്ചയായിട്ടും അങ്ങനെ പറഞ്ഞു നോക്ക്, മേഘ അവിടേക്ക് ജോലിക്ക് പോകുന്നത് ചേച്ചിക്ക് തന്നെ കാണാം. അതൊരു നല്ല ഐഡിയ ആണെന്ന് മുത്തശ്ശിക്കും തോന്നുന്നുണ്ട്. നീ പറഞ്ഞത് ശരി തന്നെയാണ്. നല്ല രീതിക്ക് പറഞ്ഞാൽ ഒരു കാരണവശാലും ചന്ദ്രികയുടെ അടുത്തേക്ക് മേഘ ജോലിക്ക് പോവില്ല. ചന്ദ്രികയുടെ ജീവിതം നശിപ്പിക്കണം, അവളുടെ കമ്പനി എങ്ങനെയെങ്കിലും പൂട്ടി കുത്തുപാളി എടുപ്പിക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മേഘ ചന്ദ്രികയുടെ അടുത്തേക്ക് ജോലിക്ക് പോയിക്കോളും. അതാണ് ഞാനും പറഞ്ഞത്. ചന്ദ്രികയുടെ നാശാണല്ലോ മേഘ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ പറഞ്ഞ് അവൾ കേൾക്കുന്നത് തന്നെയാണ് തോന്നുന്നത്. ശരി, മേഘ എന്തായാലും അകത്തേക്ക് വരട്ടെ, എന്നിട്ട് അവളോട് സംസാരിച്ച് നോക്കാം. മേഘ അകത്തേക്ക് വന്ന സമയത്ത് രണ്ടുപേരും ഇങ്ങനെ കുശുകുശു സംസാരിക്കുകയാണ്. ചേച്ചി ചേച്ചി ചോദിക്ക്, മനോഹരൻ പറയുന്നുണ്ട്. അവിടെക്കിടെ ഞാൻ ചോദിക്കാം. അപ്പോൾ മേഘയാണെങ്കിൽ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ഇവർ രണ്ടുപേരും ഇങ്ങനെ കുശുകുശു സംസാരിക്കുന്നത്. അവളാണെങ്കിൽ കണ്ണാടിക്ക് മുന്നിൽ നിന്ന് ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് സുന്ദരിയാണോ എന്നൊക്കെ നോക്കുവാണ്. എവിടെയാണ് മേഘ പോകുന്നത്? മുത്തശ്ശി ചോദിക്കുന്നുണ്ട്. എനിക്ക് ഒരാളെ കാണാൻ പോകാനുണ്ട്, അതിന് പോവുകയാണ് എന്ന് മേഘയും പറയാണ്. എന്നിട്ട് ഇവരിങ്ങനെ സംസാരിക്കുന്നത് കേട്ടപ്പോൾ കാര്യം അന്വേഷിച്ചപ്പോൾ മുത്തശ്ശിയാണ് പറയുന്നത്, അത് പിന്നെ ചന്ദ്രിക വന്നിട്ട് നിന്നോട് ജോലിക്ക് ചേരാൻ വേണ്ടി പറഞ്ഞത് ഞങ്ങളും കേട്ടിട്ടുണ്ടായിരുന്നു. അതിന് മേഘ ചോദിക്കുകയാണ്, അത് പിന്നെ അത് സംബന്ധിച്ചിട്ട് ഞങ്ങൾക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ടായിരുന്നു. എന്ത് സംസാരിക്കാൻ? നിൻ്റെ എയിം എന്താണ് മേഘ? മുത്തശ്ശി ചോദിച്ച സമയത്ത് മേഘ പറയാണ്, മനസ്സിലായില്ല. എയിം മനോഹരൻ പറഞ്ഞു കൊടുക്കുകയാണ്, അതായത് നിൻ്റെ ലക്ഷ്യം എന്താണെന്ന്. അപ്പോൾ മേഘ പറയുന്നുണ്ട്, എൻ്റെ ലക്ഷ്യം എന്താണെന്ന് നിങ്ങൾക്കറിയില്ലേ? എന്നെ ഈ അവസ്ഥയിലേക്ക് കൊണ്ടുവന്ന ചന്ദ്രികയെ ഞാൻ നശിപ്പിക്കും. എൻ്റെ ലക്ഷ്യം അത് മാത്രമാണ്. മനോഹരൻ അതിശയിച്ചു പോവാണ് മേഘയുടെ ലക്ഷ്യം എന്താണെന്ന് കേട്ടപ്പോൾ. ഒരാൾക്ക് ജീവിതത്തിലുള്ള ലക്ഷ്യം മറ്റൊരാളെ നശിപ്പിക്കൽ മാത്രമാണോ എന്നൊക്കെയാണ് അയാളുടെ ചിന്ത. അപ്പോൾ മുത്തശ്ശിയാണെങ്കിൽ ഒന്നും അറിയാത്തതുപോലെ സംസാരിക്കുകയാണ്. അങ്ങനെ ചന്ദ്രികയെ നശിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്ന കൂട്ടത്തിലാണ് നീയെങ്കിൽ നല്ല ബുദ്ധിപരമായിട്ട് വേണം ഇടപെടാൻ. ചന്ദ്രിക ഇപ്പോൾ നല്ല സ്ട്രോങ് ആയിട്ടുണ്ട്. അവളെ നീ ജയിക്കണമെങ്കിൽ തീർച്ചയായിട്ടും അവളുടെ ശക്തി നീ നശിപ്പിക്കണം. മുത്തശ്ശി പറഞ്ഞതിലും കാര്യമുണ്ടെന്ന് മേഘയ്ക്ക് തോന്നുവാണ്. മനോഹരനാണെങ്കിൽ എരികെട്ടിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് മേഘയെ എങ്ങനെയെങ്കിലും ഇതിലേക്കൊന്ന് തള്ളിയിടാൻ വേണ്ടിയിട്ട്. മുത്തശ്ശി ഒരു ഉദാഹരണമൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. ഇങ്ങോട്ട് നോക്ക്, ചന്ദ്രിക ഒരു ആനയാണെന്ന് വിചാരിക്ക്. ആ ആനയെ നമുക്ക് നേർക്ക് നേരെ നിന്ന് തോൽപ്പിക്കാനാവുമോ? മുത്തശ്ശി പറഞ്ഞു തരുന്ന ഉപദേശങ്ങൾ ഒരു കുട്ടിയുടെ കൗതുകത്തോടെയാണ് മേഘ കേട്ട് നിൽക്കുന്നത്. നോക്ക്, അങ്ങനെയുള്ളവരുടെ നമ്മൾ തന്ത്രം കൊണ്ടും കുതന്ത്രം കൊണ്ടും വേണം വിജയിക്കാൻ. ആനയെ എതിരിടണമെങ്കിൽ അതിനെ ഒരു കുഴി ഉണ്ടാക്കി ആ കുഴിയിലേക്ക് വീഴ്ത്തണം. മനസ്സിലായോ? അപ്പോൾ മേഘ പറയുന്നുണ്ട്, എനിക്ക് മുത്തശ്ശി പറയുന്നതൊന്നും മനസ്സിലാവുന്നില്ല. ശരി, നിനക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു തരാം. ചന്ദ്രികയെ നശിപ്പിക്കണമെങ്കിൽ ചന്ദ്രികയുടെ അടുത്ത് തന്നെ എപ്പോഴും നീ ഉണ്ടാവണം. ഇത്രയും നാൾ അതിന് അവസരമില്ലായിരുന്നു, എന്നാൽ ഇപ്പോൾ അവളായിട്ട് തന്നെ നിനക്ക് അതിനുള്ളൊരു അവസരം കൊണ്ടുവന്ന് തന്നിരിക്കുകയാണ്. ചന്ദ്രിക അവളുടെ കൂടെ നിന്നോട് ജോലി ചെയ്യാൻ പറയുകയാണ്, എന്നാൽ നീ ആണെങ്കിൽ പോകാൻ പറ്റില്ല എന്നും പറയുന്നു. നീ അവളുടെ കൂടെ പോവാൻ തയ്യാറാണെങ്കിൽ നീ ഒന്ന് ആലോചിച്ച് നോക്ക്. ചന്ദ്രികയുടെ കൂടെ തന്നെ നിന്നിട്ട് നിനക്ക് അവളെ എങ്ങനെയായാലും തോൽപ്പിക്കാം. മേഘയാണെങ്കിൽ മുത്തശ്ശി പറഞ്ഞതൊക്കെ ആലോചിച്ച് നിൽക്കുകയാണ്. ഇതിലൊക്കെ കാര്യമുണ്ടല്ലോ എന്നൊരർത്ഥത്തിൽ. കാരണം എങ്ങനെയെങ്കിലും ചന്ദ്രികയെ നശിപ്പിക്കണം, അത്രമാത്രം മേഘയ്ക്ക് ലക്ഷ്യമുണ്ടായിരുന്നുള്ളൂ.
അപ്പോൾ മുത്തശ്ശിയാണെങ്കിൽ മേഘയുടെ ഭാവമാറ്റങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വലിയ വലിയ രാജാക്കന്മാരൊക്കെ പണ്ട് വിജയിച്ചത് തന്ത്രങ്ങൾ കൊണ്ടല്ല, കുതന്ത്രങ്ങൾ കൊണ്ടാണ്. അവരെപ്പോഴും യുദ്ധത്തിൽ നേർക്ക് നേരെ നിന്നിട്ടല്ല പോരാടിയിട്ടുള്ളത്, പിന്നിൽ നിന്നൊക്കെ കുത്തിക്കൊണ്ടാണ്. അതുകൊണ്ട് ചന്ദ്രികയുടെ കൂടെ തന്നെ ജോലി ചെയ്ത് അവളുടെ ഓരോരോ കാര്യങ്ങളും നേരിട്ട് അറിഞ്ഞുകൊണ്ട് എങ്ങനെയൊക്കെ അവളെ കുഴിയിലേക്ക് തള്ളിയിടാം, അങ്ങനെ ചെയ്തുകൊണ്ട് ചന്ദ്രികയുടെ നാശം നീ കാണണം. മുത്തശ്ശി പറഞ്ഞു കൊടുത്ത ഐഡിയ കേട്ടപ്പോൾ മേഘയ്ക്ക് കൊള്ളാമെന്ന് തോന്നുന്നുണ്ട്. നീ ശത്രുവായിട്ട് നിന്നിട്ട് ചന്ദ്രികയെ നശിപ്പിക്കുന്നതിനേക്കാളും നല്ലത് അവളുടെ കൂട്ടുകാരിയായിട്ട് നിന്നിട്ട് അവളെ പെട്ടെന്ന് നശിപ്പിക്കാം. മുത്തശ്ശി ഐഡിയ ഓരോന്നോരോന്നും പറഞ്ഞു കൊടുക്കുന്നത് കേട്ടപ്പോൾ മനോഹരനാണെങ്കിൽ അതിശയിച്ചു പോവാണ്. ദൈവമേ, ചേച്ചിയുടെ മനസ്സിൽ ഇങ്ങനെയൊക്കെ കുതന്ത്രങ്ങളുണ്ടോ എന്ന് വിചാരിച്ചിട്ട്. പക്ഷെ മുത്തശ്ശി അവരുടെ കഴിവിനെ മാക്സിമം ശ്രമിക്കുന്നുണ്ടായിരുന്നു മേഘയുടെ മനസ്സിലേക്ക് ആ ഒരു കനൽ കോരിയിടാൻ വേണ്ടിയിട്ട്. നീ ഇപ്പോൾ ചന്ദ്രികയെ നിന്റെ ശത്രുവായിട്ട് കരുതി അവളെ വിജയിക്കണമെന്നാണ് കരുതുന്നത്. അത് ഏറ്റവും വലിയ തെറ്റാണ്. അവളുടെ കൂടെ നിന്ന് അവളുടെ കൂട്ടുകാരിയെ പോലെ നിന്ന് അവളെ ചതിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് അവളെ നിനക്ക് നശിപ്പിക്കാം. മേഘയാണെങ്കിൽ മുത്തശ്ശി പറഞ്ഞതൊക്കെ കേട്ടപ്പോൾ അത് ശരിയാണെന്ന് അവൾക്കും തോന്നുന്നുണ്ട്. ശരി ശരി, നിങ്ങൾ സംസാരിച്ച കാര്യത്തെപ്പറ്റി ഞാനൊന്ന് ആലോചിക്കട്ടെ. ശരി, നന്നായിട്ട് ആലോചിക്ക് എന്ന് പറയാണ്. മേഘയാണെങ്കിൽ അത് തന്നെ ചിന്തിച്ചുകൊണ്ടാണ് പുറത്തേക്ക് പോകുന്നത്. മേഘ പോയി കഴിഞ്ഞാൽ രണ്ടുപേർക്ക് ശ്വാസം നേരെ വീണു. അമ്പോ. അതിനുശേഷം മനോഹരൻ ചോദിക്കുന്നുണ്ട്, അല്ല ചേച്ചി, ഞാനൊരു സംശയം ചോദിച്ചോട്ടെ? എന്താടാ? അല്ല, ഈ വലിയ വലിയ രാജാക്കന്മാരൊക്കെ നശിച്ചു പോയത് നിങ്ങളെപ്പോലുള്ള ആളുകൾ കാരണമായിരിക്കുമോ? ആന്താടാ നീ അങ്ങനെ ചോദിച്ചത്? അതല്ല, ഒരു സാധാരണക്കാരിയെ ചന്ദ്രികയെ നശിപ്പിക്കാൻ വേണ്ടി ഇത്രയും വലിയ ഐഡിയകളല്ലേ ചേച്ചി പറഞ്ഞു കൊടുത്തത്, അതുകൊണ്ട് ചോദിച്ചതാ. എടാ, എന്താന്ന് വെച്ചാ ചില കാര്യങ്ങൾ അവൾക്ക് നമ്മൾ നല്ല രീതിയിൽ പറഞ്ഞു കൊടുത്താൽ മനസ്സിലാവില്ല. എന്നാൽ അവൾക്ക് അവളുടെ രീതിയിൽ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. അവൾക്ക് നല്ല ഭാഷ മനസ്സിലാവില്ല, മോശം ഭാഷ മാത്രമേ മനസ്സിലാവുന്നുള്ളൂ. എങ്ങനെയെങ്കിലും മേഘ ചന്ദ്രികയുടെ കൂടെ ജോലിക്ക് പോവണം. അത് പണത്തിന് വേണ്ടി മാത്രമല്ല, ചന്ദ്രികയുടെ കൂടെ ഇടപഴകി അവളുടെ നല്ല സ്വഭാവങ്ങൾ കൂടി മേഘ കണ്ടു പഠിക്കണം എന്ന് വിചാരിച്ചിട്ടാണ്. പിന്നീട് മേഘ പോലും അറിയാതെ അവൾ നന്നായിക്കോളും എന്ന് മുത്തശ്ശി ഒരു ആഗ്രഹത്തോടെ പറയുകയാണ്. ചന്ദ്രികയെ നശിപ്പിക്കണം എന്നുള്ളത് ഒരുപക്ഷെ അവളുടെ ലക്ഷ്യമായിരിക്കാം. എന്നാൽ മേഘ നന്നായിട്ട് ജീവിക്കണം എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. ശരി, നിങ്ങൾ പറഞ്ഞതൊക്കെ ശരി തന്നെ. തൽക്കാലം പച്ചക്കറി അരിയാൻ നോക്ക്. മനോഹരന് ചേച്ചി പറഞ്ഞതൊന്നും അത്ര പിടിച്ചിട്ടില്ല. അതിനുശേഷം അയാൾ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, ഒരു നാട് തന്നെ നശിപ്പിച്ചവളാണ് എൻ്റെ ചേച്ചി. ആ ചേച്ചി ഇപ്പോൾ മേഘയ്ക്ക് ബുദ്ധി പറഞ്ഞു കൊടുക്കുകയാണ്. എന്താ നടക്കുക നോക്കാം. എന്നാൽ ചന്ദ്രികയാണെങ്കിൽ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നത് വളരെ സങ്കടത്തോടു കൂടിയാണ്. അവൾ ഈ ലോകത്തൊന്നുമല്ല എന്ന പോലെയാണ് നടക്കുന്നത്. ലക്ഷ്മി നോക്കുന്ന സമയത്ത് ചന്ദ്രിക ലക്ഷ്മി അവിടെ ഉള്ളത് പോലും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല. എന്തോ ചിന്തിച്ചുകൊണ്ടാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ലക്ഷ്മി അവളെ പേരെടുത്ത് വിളിക്കുകയാണ്. ചന്ദ്രിക, എന്താ അമ്മ? അല്ല, നീ എന്തോ ചിന്തിച്ചുകൊണ്ട് നടന്നു പോകുന്നത് പോലെ തോന്നി. മേഘയെ കണ്ടോ? കണ്ടു അമ്മ. അവൾ എന്താ പറഞ്ഞത്? പക്ഷെ അത് പറയാൻ ചന്ദ്രികയ്ക്ക് സാധിക്കുന്നുണ്ടായിരുന്നില്ല. അവൾ ആകെ വിഷമത്തോടെ നിൽക്കുകയാണ്. അത് മനസ്സിലായിട്ടെന്നോളം ലക്ഷ്മി വീണ്ടും ചോദിക്കുകയാണ്, ചന്ദ്രിക, എന്താ നിന്നെ കാണാൻ എന്തോ പോലെ? അതൊന്നുമില്ല അമ്മ. മേഘയ്ക്ക് എൻ്റെ കൂടെ ചേർന്നിട്ട് ജോലി ചെയ്യാൻ താല്പര്യമില്ല പറഞ്ഞു. അതുകൊണ്ട് അവൾ ജോലിക്ക് വരില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അവൾക്ക് താല്പര്യമില്ലെങ്കിൽ അത് നീ വിട്ടേക്ക്. എന്തിനാ നീ ഇങ്ങനെ അത് ആലോചിച്ച് ടെൻഷനാവുന്നത്? നീ അത് ആലോചിച്ച് വിഷമിക്കേണ്ട ആവശ്യമില്ല. അവൾ വിഷമിക്കുന്നത് കണ്ടിട്ടാണ് നിന്നോട് പോയിട്ട് അവളോട് സംസാരിക്കാൻ പറഞ്ഞത്. മേഘയ്ക്ക് താല്പര്യമില്ലാന്ന് കേട്ടതും ലക്ഷ്മിക്ക് ദേഷ്യം തോന്നുവാണ്. അപ്പോൾ ചന്ദ്രികയാണെങ്കിൽ കൂടുതലായിട്ട് അവിടെ സംഭവിച്ച കാര്യങ്ങളൊന്നും പറയുന്നില്ല. ശരിയമ്മ എന്ന് പറഞ്ഞിട്ട് അവൾ മുകളിലേക്ക് പോവാണ്. പക്ഷേ അവൾ പോകുന്ന അത്ര പന്തിയല്ല എന്ന് ലക്ഷ്മിക്ക് തോന്നിയത് കൊണ്ട് അവർ വീണ്ടും വിളിക്കുകയാണ്, ചന്ദ്രിക ഒന്നിങ്ങോട്ട് വാ. എന്താ അമ്മ? വീണ്ടും വന്നിട്ട് ചന്ദ്രിക ചോദിക്കുന്നുണ്ട്, നിന്റെ മുഖം എന്താ ആകെ വാടിയിരിക്കുന്നത്? മേഘ നിന്നെ വിഷമിപ്പിക്കുന്ന രീതിയിൽ എന്തെങ്കിലും സംസാരിച്ചോ? അങ്ങനെയൊന്നുമില്ല അമ്മ. അപ്പോഴേക്കും സിദ്ധാർത്ഥ് പുറത്തുനിന്ന് അങ്ങോട്ടേക്ക് വരുന്നുണ്ടായിരുന്നു. അമ്മയും മകളും സംസാരിക്കുന്നത് കേട്ടപ്പോൾ അവനും അത് ശ്രദ്ധിക്കുകയാണ്. എനിക്കറിയാം, അവളെന്തോ നിന്നെ വേദനിപ്പിക്കുന്ന രീതിയിൽ സംസാരിച്ചിട്ടുണ്ട്. അതെന്താന്ന് പറ ചന്ദ്രിക. അവൾ ഒന്നും പറഞ്ഞിട്ടില്ല അമ്മ. അല്ല, അവൾ എന്തോ പറഞ്ഞിട്ടുണ്ട്. അതെന്താന്ന് പറ ചന്ദ്രിക. അപ്പോൾ ചന്ദ്രികയ്ക്ക് വേദനിച്ച് എന്തോ കാര്യം ഉണ്ടായെന്ന് സിദ്ധാർത്ഥിന് മനസ്സിലായി. അതുകൊണ്ട് അവൻ്റെ മുഖത്തും ഗൗരവഭാവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ സങ്കടത്തോടു കൂടിയാണ് ചന്ദ്രിക പറയുന്നത്, മേഘ മനസ്സിലാക്കാതെ എന്തൊക്കെയോ ചില കാര്യങ്ങൾ പറഞ്ഞു. അത് കേട്ടപ്പോൾ എനിക്കും എന്തോ വല്ലാത്ത വിഷമം തോന്നി. അത്രമാത്രം അവൾ എന്താ പറഞ്ഞത് നിന്നോട്? അത് പറ. അപ്പോൾ അവിടെ വെച്ച് മേഘ സംസാരിച്ച കാര്യങ്ങൾ ചന്ദ്രിക പറഞ്ഞു കൊടുക്കുകയാണ്. എൻ്റെ ജോലി എന്താണെന്ന് എൻ്റെ പഠിപ്പ് എന്താണെന്ന് നിനക്കറിയാമോ?
നിൻ്റെ കമ്പനിയിൽ വന്നിട്ട് കൂലി വേല ചെയ്യാൻ നീ എന്നോട് പറയുകയാണോ? ഒരു മര്യാദയ്ക്ക് പഠിക്കുക പോലും ചെയ്യാത്ത നീ എനിക്ക് ജോലി തരികയാണോ? മഹേന്ദ്രൻ്റെ ലക്ഷ്മിയുടെ മകളായി ജനിച്ചു എന്ന് കരുതി നീ ഇപ്പോൾ വലിയ ആളാണെന്നാണോ നിൻ്റെ വിചാരം? നിൻ്റെ കുഗ്രാമത്തിൽ നിന്നും ഒരു മഞ്ഞ ബാഗും എടുത്തിട്ട് ഇങ്ങോട്ടേക്ക് വന്ന വെറും ഒരു വീട്ടുജോലിക്കാരി മാത്രമാണ് നീ. ഇനി എത്ര കാലം കഴിഞ്ഞാലും എൻ്റെ മനസ്സിൽ നിനക്ക് ആ ഒരു സ്ഥാനം മാത്രമേ ഉള്ളൂ, വീട്ടുജോലിക്കാരിയുടെ സ്ഥാനം. ആ മേഘ പറഞ്ഞ വാക്കുകൾ അത്രയും അമ്മയോട് പറയാണ് ചന്ദ്രിക. സിദ്ധാർത്ഥം അതൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. ചന്ദ്രിക ആകെ സങ്കടത്തോടു കൂടിയാണ് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. അവളുടെ മുഖം അങ്ങനെ വാടിയിട്ടാണുള്ളത്. അപ്പോൾ ലക്ഷ്മിയാണെങ്കിൽ പറയുന്നുണ്ട്, ഓ ഇങ്ങനെയാണോ അവൾ പറഞ്ഞത്? ജോലിയില്ലാതെ ഒരു പാവം പെൺകുട്ടിയെയും കൊണ്ട് കഷ്ടപ്പെടുന്നല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നിന്നെ പറഞ്ഞു വിട്ടത്. എന്നിട്ട് അവൾ ഇങ്ങനെയൊക്കെയാണോ പറഞ്ഞത്? നിന്റെ അച്ഛൻ പറഞ്ഞതാണ് ശരി. എത്ര കാലം വൈകിയാലും മേഘ നന്നാവുമെന്ന് തോന്നുന്നില്ല. ഞാനാണ് അത്രയും കഷ്ടപ്പെട്ട് ഞാൻ വളർത്തിയ എൻ്റെ മകളല്ലേ, അവളിങ്ങനെ വിഷമിക്കരുത് എന്ന് കരുതിയിട്ട് അവളോടുള്ള സ്നേഹം കൊണ്ട് നിന്നെ പറഞ്ഞു വിട്ടത്. എന്നോട് ക്ഷമിക്ക് ചന്ദ്രിക, ഞാനാണ് ഇതിനെല്ലാം കാരണം. അയ്യോ അമ്മ, മേഘ അങ്ങനെയൊക്കെ സംസാരിച്ചതിന് അമ്മ എന്തിനാ മാപ്പ് പറയുന്നത്? മേഘയ്ക്ക് ഒരു സഹായം ചെയ്യണമെന്ന് അമ്മ ആഗ്രഹിച്ചു, എന്നാൽ നമ്മുടെ സഹായം അവൾക്ക് വേണ്ടെന്ന് അവൾ പറഞ്ഞു. അവരുടെ രണ്ടുപേരുടെയും സംസാരം സിദ്ധുവും കേൾക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ദേഷ്യത്തോടെ സിദ്ധാർത്ഥ് വന്നിട്ട് ചന്ദ്രികയോട് ചോദിക്കുകയാണ്, ചന്ദ്രിക നീ എന്തിനാ പോയിട്ട് അവളോട് സംസാരിച്ചത്? അതിനുശേഷം ലക്ഷ്മിയോടായിട്ട് പറയാണ്, ഇത്രയും വർഷം പൊന്നുപോലെ നോക്കിയ നിങ്ങളെ തന്നെ അവൾ ചതിച്ചു. അങ്ങനെയുള്ള മേഘയോട് ഇനിയും സഹാനുഭൂതിയും സ്നേഹവും ഒന്നും വേണ്ട. അവൾ ഈ ജന്മത്തിൽ മാത്രമല്ല, ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ ആ ജന്മത്തിലും ഒരിക്കലും മാറാൻ പോകുന്നില്ല. അവളെ കൊണ്ട് മാറാൻ സാധിക്കില്ല. ആർക്കും അവളെ മാറ്റാനും പറ്റില്ല. ചിലർ തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ മറ്റുള്ളവർ പറഞ്ഞു കൊടുത്താൽ അത് തിരുത്തും. എന്നാൽ മേഘയെ സംബന്ധിച്ചിടത്തോളം അവൾ തെറ്റ് തിരുത്തുകയുമില്ല, ആരെക്കൊണ്ടും പറയാൻ അനുവദിക്കുകയുമില്ല. അതുകൊണ്ട് ഇനി മേഘയെ പറ്റി ആരും ഒന്നും സംസാരിക്കണ്ട. എന്തുകൊണ്ടാന്ന് വെച്ചാൽ അവൾ കഷ്ടപ്പെടുന്നല്ലോ എന്ന് വിചാരിച്ച് നിങ്ങൾ അവളോട് സിമ്പതി കാണിക്കും. പക്ഷെ നാളെ കാലത്ത് അതേ സിമ്പതി വെച്ച് അവൾ നിങ്ങളെ നശിപ്പിക്കും. മേഘയെ പറ്റി നിങ്ങളാരും ഇപ്പോഴും മുഴുവനായിട്ട് മനസ്സിലാക്കിയിട്ടില്ല. നിങ്ങൾ പ്രസവിച്ച മകളല്ലെങ്കിൽ പോലും സ്വന്തത്തെക്കാളേറെ സ്നേഹിച്ചിട്ടല്ലേ നിങ്ങൾ അവളെ വളർത്തിയത്. എന്നിട്ടും അവൾ എന്താ നിങ്ങളോട് ചെയ്തത്? അതുകൊണ്ടാണ് അവളിപ്പോൾ കഷ്ടപ്പെടുന്നത് കാണുമ്പോൾ നിങ്ങൾക്കത് സഹിക്കാതെ എന്തെങ്കിലും സഹായം ചെയ്യണമെന്ന് തോന്നുന്നത്. ആൻറ്റി, ഞാൻ വീണ്ടും പറയാണ്, നിങ്ങൾ ആർക്ക് വേണമെങ്കിലും ജീവിതത്തിൽ സഹായം ചെയ്തോ, എനിക്കൊരു കുഴപ്പമില്ല. പക്ഷെ ഇപ്പോഴും ഞാൻ പറയാം, മേഘയെ സഹായിക്കണമെന്ന് മാത്രം നിങ്ങൾ വിചാരിക്കരുത്. ചന്ദ്രികയും ലക്ഷ്മിയും ആകെ വിഷമത്തോടെ നിൽക്കുകയാണ്. സിദ്ധാർത്ഥിൻ്റെ ഉപദേശമാണെങ്കിൽ നല്ല ദേഷ്യത്തോടു കൂടി തന്നെയാണ്. അത് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോവുകയാണ്. അതിനുശേഷം ലക്ഷ്മി വീണ്ടും ചന്ദ്രികയോട് മാപ്പ് പറയാണ്. ചന്ദ്രിക, മേഘ മോളോട് അങ്ങനെയൊന്നും സംസാരിക്കാൻ പാടില്ലായിരുന്നു. അതൊന്നും നീ മനസ്സിൽ വെക്കണ്ട. ഏയ് ഇല്ലമ്മ എന്ന് പറഞ്ഞിട്ട് ചന്ദ്രിക മുകളിലേക്ക് പോവാണ്. പക്ഷേ ചന്ദ്രികയ്ക്ക് അത് വല്ലാത്ത മാനസിക വിഷമം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അവൾ നടക്കുമ്പോൾ ഇപ്പോഴും വിഷമത്തോടു കൂടി തന്നെയാണ് നടക്കുന്നത്. അതേസമയം മേഘ പ്രിയ സ്കൂളിൽ നിന്നും കൂട്ടിക്കൊണ്ട് വരികയാണ്. ആ സമയത്ത് പ്രിയ സങ്കടത്തോടെ അമ്മയോട് പറയുന്നുണ്ട്, അമ്മ എന്നെക്കൊണ്ട് നടക്കാൻ കഴിയുന്നില്ലമ്മ, എൻ്റെ കാല് വല്ലാതെ വേദനിക്കുന്നു. അറ്റ്ലീസ്റ്റ് സ്കൂൾ ബസ്സിലെങ്കിലും എന്നെ പറഞ്ഞു വിടമ്മ. ഏയ് സ്കൂൾ ബസ്സിന് കൊടുക്കാനൊന്നും എൻ്റെ കയ്യിൽ കാശില്ല, അനങ്ങാതെ വരാൻ നോക്ക്, ദേഷ്യത്തോടെ മേഘ മകളോട് പറയാണ്. അപ്പോഴും പ്രിയ സങ്കടത്തോടെ പറയുന്നുണ്ട്, ഞാൻ നടന്നു പോകുന്നത് കാരണം ദിവസവും ലേറ്റായിട്ട് അമ്മ ഞാൻ സ്കൂളിലെത്തുന്നത്. മാത്രമല്ല ടയേർഡായത് കാരണം പഠിപ്പിക്കുന്നതൊന്നും ശ്രദ്ധിക്കാനും പറ്റുന്നില്ല. ക്ലാസ്സിൽ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല എന്ന് കരുതിയിട്ട് എന്താ, വീട്ടിൽ വന്നിട്ട് നന്നായിട്ട് പഠിച്ചാൽ മതി, വരാൻ നോക്ക് എന്ന് പറഞ്ഞിട്ട് മേഘ കൈപിടിച്ച് വലിച്ച് കൂട്ടിക്കൊണ്ടു പോവാണ്. ചന്ദ്രികയുടെ വീട്ടിൻ്റെ ആ ഒരു ഭാഗത്തെത്തിയ സമയത്ത് പ്രിയ പറയുന്നുണ്ട്, അമ്മ അറ്റ്ലീസ്റ്റ് ചന്ദ്രിക ആൻറ്റിയുടെ കൂടെയെങ്കിലും എന്നെ പറഞ്ഞു വിടമ്മ, പ്ലീസ് അമ്മ, എൻ്റെ കാല് വേദനിക്കുന്നമ്മ. പക്ഷെ അതൊന്നും മേഘ ശ്രദ്ധിക്കുന്നില്ല. മേഘ കൈ പിടിച്ച് വലിച്ച് കൂട്ടിക്കൊണ്ടു പോവാണ്. ഏയ് ചന്ദ്രികയുടെ കൂടെ പോവുള്ളൂ, അങ്ങനെയൊക്കെ സംസാരിച്ച് കഴിഞ്ഞാൽ നല്ല തല്ല് വെച്ച് തരിഞ്ഞ, മിണ്ടാതെ വരാൻ നോക്ക് എന്ന് പറഞ്ഞ് കുട്ടിയെ ഷൗട്ട് ചെയ്യാണ് മേഘ. അപ്പോഴേക്കും അതൊക്കെ ലക്ഷ്മി ദൂരത്ത് നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. ലക്ഷ്മി ദേഷ്യത്തോടെ ഇറങ്ങി വരികയാണ്. മേഘ നിൽക്ക്. ലക്ഷ്മി വന്നിട്ട് പറയാണ്, എന്തിനാ ഇപ്പോൾ പ്രിയയെ കരയിച്ചുകൊണ്ട് നീ കൂട്ടിക്കൊണ്ട് പോകുന്നത്? നടന്നു കഴിഞ്ഞാൽ അവൾക്ക് കാല് വേദനിക്കുന്നു എന്ന് അവൾ പറയുന്നത്. ഈ പ്രായത്തിൽ നടക്കുന്നതിന് എന്താ ബുദ്ധിമുട്ട്? അപ്പോൾ ലക്ഷ്മി പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഇങ്ങോട്ട് നോക്ക് മേഘ, നിന്നെ ഞങ്ങൾ കോൺവെൻറ്റിൽ തന്നെയാണ് പഠിപ്പിച്ചത്. നിന്നെ ഞങ്ങൾ എപ്പോഴെങ്കിലും ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടോ? കാറിലും സ്കൂൾ ബസ്സിലും മാത്രമല്ലേ നീ സ്കൂളിൽ പോയിട്ടുള്ളൂ. ഞങ്ങൾ കഷ്ടപ്പെട്ടിരുന്നെങ്കിലും ഞങ്ങൾ നിന്നെ എല്ലാ സുഖസൗകര്യങ്ങളോടും കൂടിയാണ് വളർത്തിയത്. എന്നിട്ട് നീ എന്തിനാ നിൻ്റെ മകളെ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നത്? അവൾ നിന്നോട് ആഡംബരമായിട്ട് ഒന്നും ചോദിച്ചിട്ടില്ലല്ലോ, സ്കൂൾ ബസ്സിൽ പോകണമെന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ. ഇങ്ങോട്ട് നോക്ക്, എൻ്റെ കുടുംബ വിഷയത്തിൽ നിങ്ങൾ ഇടപെടേണ്ട കാര്യമില്ല. മേഘ പറഞ്ഞു നിർത്താൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ലക്ഷ്മി പറയുന്നുണ്ട്, നോക്ക്, നീ ഇങ്ങനെ കഷ്ടപ്പെടുന്നത് കണ്ടിട്ടാണ് ചന്ദ്രികയെ പറഞ്ഞു വിട്ടിട്ട് ഞാൻ നിനക്ക് എന്തെങ്കിലും ജോലി തരാമെന്ന് വിചാരിച്ചത്. എന്നാൽ നീ അവളെ ഇൻസൾട്ട് ചെയ്ത് പറഞ്ഞു വിടുകയാണ് ചെയ്തത്. ചന്ദ്രിക നിന്നെപ്പോലെ പഠിക്കാത്തവൾ തന്നെയാണ്.
നിന്നെപ്പോലെ ഇംഗ്ലീഷിൽ സംസാരിക്കാനും അവൾക്കറിയില്ല. പക്ഷെ ഇന്ന് അവൾ ബിസിനസ്സിൽ ജയിച്ചിട്ടുണ്ടെങ്കിൽ അതവളുടെ കഠിനാധ്വാനവും അവളുടെ കഴിവും കൊണ്ട് തന്നെയാണ്. നിനക്ക് ആ കഠിനാധ്വാനവുമില്ല, കഴിവുമില്ല. ലക്ഷ്മി പറഞ്ഞത് കേട്ടതും മേഘ ദേഷ്യത്തോടെ നിൽക്കുകയാണ്. അവൾക്കത് തീരെ സഹിക്കാനാവുന്ന കാര്യമായിരുന്നില്ല. ചന്ദ്രികയോടെ വെച്ച് അവളെ ഉപമിക്കുന്നതും ചന്ദ്രികൾക്ക് ആ കഴിവില്ലാത്തവളാണ് താനെന്ന് പറയുന്നതും. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്.